someone else tonight, and it cut me deeper than I thought it might. And though I keep praying someday you'll stay, the truth keeps on whispering you'll never feel that way. I gave you all my heart, but you set it free. കുക്കി കുക്കി ഫുഡ് തരാവേ. ഇപ്പൊ വരാട്ടോ. ഫുഡ് എടുത്തിട്ട് ഇപ്പൊ വരാവേ. എന്റെ പൊന്നു കുഞ്ഞാ, എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ലേറ്റ് ഒന്നും ഇല്ലാതെ ഇരിക്കരുത്. പേടിപ്പിക്കാനായിട്ട്. എന്റെ ഷർട്ടിൽ എന്തായി കാണുന്ന? ഇതൊക്കെ ആര് കഴുകി വെളുപ്പിക്കുമെന്നാ? സ്വന്തമായിട്ട് അങ്ങോട്ട് കഴിക്കാൻ മതി. ഇവിടെ വല്ല വേലക്കാരും ഉണ്ടോ? പറ, എന്താ കഴിക്കാൻ വേണ്ടേ? എന്ത് ചോദിച്ചാലും മിണ്ടൂലല്ലോ ഇത്. എന്താ ഉണ്ടാക്കണ്ടേ കുഞ്ഞച്ചാ? ഒന്ന് പറ. കഷ്ടമായത്. എനിക്ക് മടുത്ത്. ഇത് ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഇന്ന് കിടന്നാ മതി. കുഞ്ഞച്ചനെന്ന് രാത്രി വീണ് കിടക്കണായിരുന്നു തങ്കച്ചേൻ്റെ പറമ്പിൽ. ആള് ശരിക്കും ഒന്ന് പേടിച്ചായിരുന്നു, പാവം. പിന്നെ ഒരിക്കലും ഒന്നും പഴയതുപോലെ ആയില്ല. പക്ഷേ എന്ത് നല്ല മനുഷ്യനായിരുന്നു. നാട്ടിലെല്ലാവർക്കും ടീനക്കൊച്ചിനും മാഷിനും വലിയ കാര്യമായിരുന്നു. ഞാനേ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഒറ്റ രാത്രി കൊണ്ട് ഒരാളുടെ ജീവിതം ഇല്ലാണ്ടായി തീരുമോ. കഥകളിലൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുള്ളൂ. പിന്നെ എന്താണത്? അതൊരു പൂച്ച അറിയാം. ആ പൂച്ച നോക്കണ്ടേ മോളിതൊക്കെ? കുഞ്ഞ മാഷേ ഓക്കെ അല്ലേ? ടീന മോള് വല്ല അറിയണ്ട? എന്തു പറ്റി? ആ തങ്കച്ചേന്റെ പറമ്പില് കുഞ്ഞമാഷൊക്കെ ഇറങ്ങി കിടക്കണായിരുന്നു. ഈ വലിയൊരു ആ സമയത്തൊക്കെ ഓടി നടക്കുമോ എല്ലോ കൂടി ഇട്ട് ഒരു കണക്കിനാണ് ഞങ്ങൾ ചുമന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞില്ല, അതൊരു ചീത്ത സ്ഥലമാണ്. അതിലാ സമയത്തൊന്നും ആരും അതിലേക്ക് പോകില്ല. അപ്പൊ അവിടെ വീണ് കിടക്കണായിരുന്നു. എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട്. പിന്നെ മോളെ, നാളെ വീട്ടിലൊരു പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ട്. സ്റ്റീഫൻ പാസ്റ്ററാണ് വന്നത്. കുഞ്ഞച്ചൻ മാഷിനെ കൂട്ടി നാളെ പോവാ. കുഞ്ഞച്ചൻ വരും ചേച്ചി. എനിക്ക് നാളെ കട തുറക്കണ്ടേ? ഞാൻ കുഞ്ഞച്ചനെ വിട്ടേക്കാം. പിന്നെ വേറെ ഒന്നുമില്ല ടീനെ, നല്ല പേടിയിട്ടുണ്ടെങ്കിൽ മാറി കിട്ടുമല്ല. ആ എനിക്ക് മനസ്സിലായിട്ട് ചേച്ചി. ഞാൻ കുഞ്ഞച്ചനെ വിടാം. എനിക്ക് കട തുറക്കാണ്ടോണ്ടാ. ഞാൻ വരാൻ പറ്റുമോ നോക്കാം. എന്നാ നമുക്ക് പോയേട്ടാ. കുഞ്ഞമാഷെ ഇറങ്ങട്ടെ അമ്മ, വൈകില്ലേ? ഞാനൊക്കെ പ്രാർത്ഥന പോകുമ്പോൾ ഒരുപാട് പേരെന്നെ കളിയാക്കാറുണ്ട്. പക്ഷെ കുഞ്ഞച്ചൻ സാറ് ജെനുവിനായിരുന്നു. പുള്ളിനെ രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ്. പക്ഷേ ചില സമയത്തൊക്കെ വേദനകളൊക്കെ നമുക്കൊരവസ്ഥയായിട്ട് മാറും. ദൈവത്തിനോട് നമ്മളെ രക്ഷിക്കാനാവില്ല. കുഞ്ഞച്ചൻ മാഷാണ് ഏറ്റവും വലിയ പാഠം.
നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, ഈ സഹോദരന്റെ ശരീരത്തിൽ നിന്നും ഈ ആത്മാവെ സാത്താനെ നീ ദൂരെ പോകണമേ. കുഞ്ചച്ചാ, നിനക്ക് വട്ടാടാ, മുഴു വട്ട്. ചിരിക്കണ്ട നീ. കുഞ്ഞച്ചൻ്റെ ഓർമ്മകൾ എപ്പോഴും എനിക്കെൻ്റെ ഉറക്കം കളഞ്ഞ രാത്രികളാണ്. എവിടേക്കോ ആസ് എ പ്രൊഫഷണൽ ഞാൻ തന്നെ വലിയൊരു ഫെയിലിയറായിപ്പോയി എന്ന് ഞാൻ ചിന്തിച്ച ദിവസങ്ങളായിരുന്നു അതെല്ലാം. അവസാനം എൻ്റെ ക്ലാസ്മേറ്റിനെ കണ്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിയത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഐ ഡിഡ് ദ റൈറ്റ് തിങ് ആസ് എ ഹ്യൂമൻ ബീയിങ്. അതൊക്കെ പോട്ടെ, നീ വാ. നീ പറഞ്ഞു കേട്ടിടത്തോളം ആളത്ര നോർമലായിട്ടല്ല എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നീ സ്കിറ്റ്സോഫീനിയാന്ന് കേട്ടിട്ടുണ്ടോ? അതൊരു അസുഖമാണ്. നീ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. കാര്യം ഈ ഇതുപോലുള്ളൊരു അസുഖമുള്ള ഒരാൾ സ്റ്റുഡൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അതെല്ലാം സ്കൂളിൻ്റെ ഒരു ഇതിനെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. നല്ല കാര്യം തന്നെയാണ് ചെയ്തത്. കാര്യം കുട്ടികളുടെ ഭാവിയും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും അത് തന്നെയാണ് നല്ലത്. ഡോണ്ട് വറി, യു ഡിഡ് ദ റൈറ്റ് തിങ്. പക്ഷേ വിൻസെൻ്റ്, നീ അത് ഹാൻഡിൽ ചെയ്ത രീതി കുറച്ച് തെറ്റായിപ്പോയി. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഫാമിലി, ഫ്രണ്ട്സ്, അതുപോലെ കൊളീഗ്സിൻ്റെയൊക്കെ ഒരുപാട് കെയറാണ് ആവശ്യം. അല്ലാത്തവരാണ് ഇതുപോലെ റോഡിലൂടെ ഭ്രാന്തന്മാരെ പോലെ ഒക്കെ ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ ഞാൻ നിന്നെ കുറ്റം പറയുന്നതല്ല, നിനക്കറിയില്ലായിരുന്നല്ലോ. ജസ്റ്റ് ലീവ് ഇറ്റ് മാൻ. അതല്ലടാ, പുള്ളിയെ ഞാൻ കാണണ്ടേ? ഞങ്ങളൊരു നാട്ടുകാരല്ലേ, ഞങ്ങളൊരു ഇടവകയിലാണ് പോകുന്നത്. ഫാമിലിക്കാണെങ്കിലോ ഞാൻ അവരെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യോടാ? ഓൾറെഡി നാട്ടുകാർ മുഴുവൻ അറിഞ്ഞാണ് ഞാൻ പറഞ്ഞു വിട്ട കാര്യം. അയാളുടെ ഫാമിലി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെൽപ്പായിരിക്കും അത്. പറ്റുമെങ്കിൽ എൻ്റെ അടുത്തൊന്ന് കൊണ്ടുവരും, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയുള്ളവർക്ക് അവരുടെ ഫാമിലിയുടെയും കൊളീഗ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ സപ്പോർട്ടാണ് ആവശ്യം. ഇപ്പം ഞാൻ തന്നെ ഇവിടെ വന്നത് നീ അറിയുമായിരിക്കും, നിങ്ങളുടെ നാട്ടിലുള്ള ജിമ്മും കാർ ഷോറൂം ഒക്കെ ഉള്ളൊരു ഡൊമിനിക്കേട്ടന് എന്താണോ കുഴപ്പം? പുള്ളിക്ക് ഇതുപോലെ OCD ഒരു പ്രശ്നമാണ്. പക്ഷെ പുള്ളിക്ക് ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ നല്ല സപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് പുള്ളിക്ക് ഒരു നോർമൽ ലൈഫ് കൊണ്ടുപോകാൻ പറ്റുന്നത്. പുള്ളിയെ കണ്ടാലും പറയില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിലൊന്നും അത് മനസ്സിലാവില്ല. പുള്ളിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പുള്ളി ഒരു പാറ്റേൺ ഓഫ് ഒരു ലൈഫാണ് പുള്ളി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ പുള്ളി ഒരു റൂട്ട് വരുവാണെങ്കിൽ
ആ റൂട്ട് തന്നെ പുള്ളിക്ക് തിരിച്ചു പോകണം, അല്ലാതെ അതിൽ നിന്ന് വേറൊരു ഡീവിയേഷൻ എടുക്കാൻ പുള്ളിക്ക് സാധിക്കില്ല. കഴിഞ്ഞ ദിവസം എന്തോ മൂന്നാറെന്തോ പോയിട്ട് ഒരു ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഷോർട്ട് കട്ട് എടുത്തെന്തോ പോയി. പക്ഷെ പുള്ളി ആ ഡ്രൈവറിനെ കൊണ്ട് ആ വഴി മൊത്തം തിരിച്ചു പഠിപ്പിച്ചു എന്ന് പറയാം. അത് പുള്ളിക്ക് വേറൊരു ഡീവിയേഷൻ എടുക്കാനേ സാധിക്കില്ല. അത് അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി വീട്ടിൽ ചെന്നാൽ എത്ര പാതിരാത്രി ആയാലും പുള്ളിക്ക് അത് തിരിച്ചു പോയി അത് ക്ലിയർ ചെയ്യേണ്ടി വരും. നമ്മുടെ കുറച്ച് കൗൺസിലിങ്ങും പുള്ളിയുടെ ഫാമിലി സപ്പോർട്ടീവ് ആയതുകൊണ്ടും പുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്നു. ഹീസ് ഹാപ്പി. എല്ലാവർക്കും ഉണ്ട് ഇതുപോലത്തെ പ്രശ്നങ്ങൾ. അധികം ആർക്കും അറിയത്തില്ല. നീ ഇതായിട്ട് അതിങ്ങനെ പോയി പബ്ലിഷ് ആക്കാൻ നിൽക്കണ്ട. ഏത് പന്നിയാണെന്നാവോ ഇവിടെ കട്ട വിരിച്ചത്. ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഹായ് വിൻസെന്റ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. വിൻസെന്റ് നേരത്തെ ഡോക്ടറിനെ അറിയോ? പിന്നെ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് അല്ലേ. അത് കൊള്ളാം, കലക്കി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്നാ ഓക്കെ വിൻസെന്റ്, ഓക്കേടാ. സംസാരിക്കാനുണ്ട്. ഓക്കെ ശരി. പറഞ്ഞ പോലെ കാര്യം ശരി, നമുക്ക് നോക്കാം. ഓക്കെ ഡൊമിനിക്കേട്ടാ, അപ്പൊ ശരി. അപ്പൊ ശരി, ഓക്കേടാ. അപ്പൊ കേട്ടാ, നമുക്ക് അങ്ങോട്ട് മാറി. കുഞ്ഞച്ച, 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 അത് എനിക്ക് വീട്ടിൽ പോണം. തനിക്കൊന്നും പറയാനില്ലേ? നിനക്ക് പോണെങ്കിൽ വേഗം പോ, രക്ഷപ്പെട്ടു.